ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ദോബായി എന്നുള്ള ഒരു നാടോടി കഥയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പാരഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ഫുള്ളാക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ആക്ടിവിറ്റീസിൻ്റെ ആൻസറൊക്കെ കാണിച്ചിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ടും ചെയ്യാം. എല്ലാവരും ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് ആദ്യം കാണുക, അതിന് ശേഷം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ക്ലാസ് കാണുക, ആക്ടിവിറ്റീസ് നോക്കുക, ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. രണ്ടാമത്തെ പാരഗ്രാഫാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കട്ടെ, നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. പെഹലെ ബഡാബായി ഗാന ഗാനേഘർ ഗയ. അപ്പോൾ ഫസ്റ്റ് പെഹലെ ആദ്യമായിട്ട് ആരാണ് പോയത്? ബഡാബായി, മൂത്ത സഹോദരനാണ്. ഗാന ഭക്ഷണം കഴിക്കാനായിട്ട്, ഗാന പറഞ്ഞ ഭക്ഷണം, ഓക്കെ. ഗാനെ ഗർ ഗയ, ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയി. ചോട്ടാബായി ഗലിഹാൻ പർ ഹി രുക്ക രഹ. അപ്പോൾ ചെറിയ സഹോദരൻ, മൂത്ത സഹോദരൻ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയി. ചെറിയ സഹോദരൻ എന്ത് ചെയ്തു? ആ കളപ്പുരയിൽ, കലിഹാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കളപ്പുര, നേരത്തെ പറഞ്ഞു. കലിഹാൻ പർ ഹി രുക്കാരഹ, അവിടെ തന്നെ കാവലായിട്ട് അവിടെ നിന്നു. വഹ് സോച്ചനെ ലഗ, അപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി. ആര്? ചോട്ടാബായി. ചോട്ടാബായിയാണ് ഇപ്പോൾ അവിടെ കളപ്പുരയിൽ ധാന്യത്തിന് കാവലായിട്ട് നിൽക്കുന്നത്. ബഡാബായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് അവനവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവനിങ്ങനെ ചിന്തിക്കുകയാണ്, അവനിങ്ങനെ മനസ്സിലേക്ക് വരുന്ന ആലോചിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? ബായിക്ക് ഷാദി ഹോ ഗയി ഹെ ഉൻക പരിവാർ ഹെ. എന്താണ് പറയുന്നത്? ബായിയുടെ, അതായത് സഹോദരൻ്റെ ഷാദി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൻക പരിവാർ ഹെ, അവന് കുടുംബവുമുണ്ട്, അതായത് ഭാര്യയും 2 കുട്ടികളുണ്ട് നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞു. അപ്പോൾ ഇവനിങ്ങനെ ആലോചിക്കുകയാണ്, എന്ത്? സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, അവന് കുടുംബവുമുണ്ട്. ഇസ്ലിയെ ഉനെ ജ്യാദ ഗേഹു കി ജറൂറത്ത് ഹോഗി. അപ്പോൾ അതുകൊണ്ട്, അതായത് ഫാമിലി ഉള്ളത് കൊണ്ട് അവനക്ക് ഒരുപാട് കൂടുതലായിട്ട് ധാന്യം, അതായത് ഗോതമ്പ് ആവശ്യമായിട്ട് വരും. എന്താ പറയുന്നത്? ജിയാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഗേഹു ഗോതമ്പ്, അതുപോലെ തന്നെ ജറൂറത്ത് പറഞ്ഞാൽ ആവശ്യമായിട്ട്, റിക്വയർമെൻറ്റ് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഫാമിലി ഉള്ളത് കൊണ്ട് അവനക്ക് എന്നെപ്പോലെ കുറച്ച് പോരാ, അവനക്ക് കൂടുതലായിട്ട് ധാന്യം വേണ്ടി വരും, കാരണം ഫാമിലി ഉള്ളതാണ്. അപ്പോൾ അവൻ അനിയനിങ്ങനെ ചിന്തിക്കുകയാണ്, അവനക്ക് കൂടുതലായിട്ട് ആവശ്യം വരും. യഹ് സോച്ച് കർ ഉസ്നെ അപ്നി ഠേർ സെ കഹി ടോക്കരി ഗേഹു ലേക്കർ ബഡേ ബായി വാലെ ടേർമേ മിലാതി. അപ്പോൾ എന്താണ് ഈ വരിയിൽ പറയുന്നത്? യഹ് സോച്ചുകർ, അത് ചിന്തിച്ചുകൊണ്ട്, അവന് ആവശ്യമാണ്, കൂടുതൽ ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട്, ഉസ്നെ അപ്നി ടേർസെ, ടേർ എന്ന കൂമ്പാരം, ടേർസെ അതായത് അവൻ്റെ ഓഹരി ഉണ്ടല്ലോ, അവന് ഓഹരി കൂട്ടി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കും ഓഹരിയാക്കിയിട്ട് ഭാഗിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. കൂമ്പാരം, ടേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം കേട്ടോ, കൂട്ടി വെച്ചത് കൂന. അതിൽ നിന്ന് കൈ ടോക്കരി ഗേഹു, ഒരു കൊട്ടയിൽ, ടോക്കരി എന്ന കൊട്ട, ആ കൊട്ടയിൽ ഒരുപാട് ധാന്യങ്ങൾ നിറച്ചിട്ട് എടുത്തിട്ട് ലേക്കർ ബഡേ ബായി വാലെ ഠേർമേ, സഹോദരൻ്റെ ആ കൂമ്പാരത്തിലേക്ക് എന്ത് ചെയ്തു? മിലാതി, അത് ചെരിഞ്ഞു. അവൻ്റെ ആ കുട്ടയിൽ നിന്ന് കുറച്ച്, അവൻ്റെ കൂട്ടത്തിൽ നിന്നും അവൻ്റെ കൂമ്പാരത്തിൽ നിന്നും ആ കൊട്ടയിൽ കുറച്ച് വാരിയിട്ട് ബായിയുടെ ആ കൂമ്പാരത്തിലേക്ക് കൊണ്ടുപോയി ചെരിഞ്ഞു. ബഡാബായി തോടി ദേർമേ ഗാക്കർ അല്ലോട്ട. എന്താ ഇവിടെ പറയുന്നത്? ബഡാബായി മൂത്ത സഹോദരന് കുറച്ച് സമയത്തിന് ശേഷം, തോടി ദേർ കുറച്ച് സമയത്തിന് ശേഷം, ഗാക്കർ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ലൗട്ട തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ മൂത്ത സഹോദരനാണ് ആദ്യം ഭക്ഷണം കഴിക്കാൻ പോയത്, അദ്ദേഹം തിരിച്ചെത്തി. ചോട്ട ഗാന ഗാനെ ഘർ ചലാഗയ, അങ്ങനെ ചെറിയ സഹോദരൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. ബഡേബായി സോച്ചനെ ലഗ, അപ്പോൾ അവിടെ ഇങ്ങനെ കാവലിക്കുന്ന സമയത്ത് മൂത്ത സഹോദരൻ ഇങ്ങനെ ചിന്തിക്കണം. നേരത്തെ ഇളയവനായിരുന്നു ഇരുന്നത്, അപ്പോൾ അവന് ചിന്തിച്ച കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് ബഡാബായി വന്നു, ഇനി അവനാണ് കാവലിരിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനിങ്ങനെ ആലോചിക്കുകയാണ്. ബഡാബായി സോച്ചനെ ലഗ മേരാ തോ പരിവാർ ഹെ, എനിക്ക് കുടുംബമുണ്ട്, നേരത്തെ പറഞ്ഞു പരിവാർ, എനിക്ക് കുടുംബമുണ്ട്. ബച്ചേ ഹെ, എനിക്ക് കുട്ടികളുമുണ്ട്. അപ്പോൾ എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. മേരാ ധ്യാൻ റിക് സക്തേ ഹെ, അവരെന്നെ ശ്രദ്ധിച്ച് നോക്കിയോളൂ, അവരെന്നെ കെയർ ചെയ്യും. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ കെയർ, ഓക്കെ. റിക് സക്തേ പറഞ്ഞാൽ അവർക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയും. എനിക്ക് ഭാര്യയുണ്ട്, അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കും എന്ന് ഇവനിങ്ങനെ ചിന്തിക്കുകയാണ്. ബഡാബായി ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ചോട്ടാബായി കുടുംബമൊന്നും ആയിട്ടില്ല, അപ്പോൾ ഇവന് വിവാഹം കഴിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവരെന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അവരെന്നെ സംരക്ഷിക്കും. ലേക്കിൻ ചോട്ടാബായി അക്കേല ഹെ, എന്നാൽ എന്താണ്? എന്നാൽ ചോട്ടാബായി
ചെറിയ സഹോദരൻ അക്കേല ഹെ, ഒറ്റക്കാണ്, ബാച്ചിലറാണ്, വിവാഹം കഴിച്ചിട്ടില്ല. ഉസെ ദേഖ്നെ വാല കോയി നഹി ഹെ, അപ്പോൾ അവനെ സംരക്ഷിക്കാൻ, അവനെ ശ്രദ്ധിക്കാൻ ആരുമില്ല. എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അവനെന്താണ്, ഫാമിലിയൊന്നുമില്ല, ഒറ്റയ്ക്കാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആരുമില്ല. ഉസെ ജ്യാദ ഗേഹൂക്കി ജറൂറത്ത് ഹെ, അപ്പോൾ അവനാണ് എന്ത് വേണ്ടത്, ഒരുപാട് ഗോതമ്പൊക്കെ വേണ്ടത്. അവനെ നോക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ അവനെ പോയി അത്യാവശ്യമായിരിക്കും ഭക്ഷണത്തിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ഇത് വിറ്റിട്ട് ആ ക്യാഷ് കൊണ്ട് അവന് കൂടുതൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവനാണ് ഉസെ ജ്യാദ ഗേഹൂക്കി ജറൂറത്ത് ഹെ, അപ്പോൾ അവനായിരിക്കും ഏറ്റവും കൂടുതൽ ധാന്യം വേണ്ടത് എന്ന് എന്ത് ചെയ്യണം, ബഡാവായി വിചാരിക്കുകയാണ്. ഉസ്നെ അപ്നെ ടേർ സെ ഉഠാക്കർ കൈ ടോക്കരി ഗേഹു ചോട്ടെ ബായി വാലെ ഗേഹു കെ ടേർ മേ മിലാത്തി. അങ്ങനെ ബഡാബായി എന്താ ചെയ്തത്, അവൻ്റെ ആ കൂമ്പാരത്തിൽ നിന്ന് ഒരു കൊട്ട എടുത്തിട്ട് ആ കൊട്ടയിൽ ഒരുപാട് നിറച്ചിട്ട് എങ്ങോട്ടിട്ടു, ചോട്ടാബായിയുടെ ആ ഒരു ടേറിലേക്ക്, കൂമ്പാരത്തിലേക്ക് ചെരിഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറിയവൻ വിചാരിച്ചു അവനാണ് അത്യാവശ്യം വിചാരിച്ചിട്ട് അവൻ്റെ ഓഹരിയിൽ നിന്നും എടുത്തിട്ട് ബഡാബായിയുടെ ഓഹരിയിലേക്ക് ഇട്ടു. അവൻ പോയപ്പോൾ ബഡാബായി എന്ത് വിചാരിച്ചു, അവനാണ് കൂടുതൽ ആവശ്യമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ നിന്ന് എടുത്തിട്ട് ചോട്ടാബായിയുടെ ആ ഒരു ധാന്യ കൂമ്പാരത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്, പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അതുപോലെ തന്നെ കരുതലൊക്കെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ കഥയിലൂടെ. അന്യോന്യം സ്വന്തം സഹോദരന്മാർ ഇന്നത്തെ കാലത്തൊക്കെ പരസ്പരം ആക്രമിക്കുകയും അതുപോലെ തന്നെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കഥയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിച്ചും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും മറ്റുള്ളവരുടെ ജീവിതമൊക്കെ നോക്കി കണ്ടുകൊണ്ട് ആവശ്യവും അനാവശ്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറിയവൻ ചോട്ടാബായി ബഡാബായിക്കാണ് കൂടുതൽ ആവശ്യമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുകയും ബഡാബായി ഇവൻ ഒറ്റക്കാണ്, ആരുമില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ പങ്കിൽ നിന്നും കുറച്ച് ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരസ്പരമുള്ള കരുണയും സ്നേഹവും സഹാനുഭൂതിയൊക്കെയാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ പുസ്തകത്തിലുള്ള ഏതാനും ചില വരികളാണ്, ഒരു 5 വരികൾ തന്നിട്ടുണ്ട്, കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ളതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉചിത് ശബ്ദ ചുൻകർ പൂര കരേ, അതായത് ഉചിതമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വാക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് എന്താണ്, എന്തൊക്കെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഷാദി, ഗലിഹാൻ, അഖേല, ജ്യാദ, ലോട്ട. ഇവിടെ താഴെ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ചോട്ടാ ബായ് ഡാഷ് പർ രുക് രഹ, ചെറിയ സഹോദരൻ അവിടെ നിന്നു. എവിടെയാണ് നിന്നത്, കലിഹാൻ, കളപ്പുരയിലാണ് അവൻ നിന്നത്. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കലിഹാനിലാണ് അവൻ അവിടെ നിന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തത് എഴുതേണ്ടത്, എന്താണ്, കലിഹാൻ. രണ്ടാമത്തത് നോക്കൂ, ബഡേ ബായിക്ക് ഡാഷ് ഹോ ഗൈതി, ബഡേ ബായിയുടെ എന്തോന്ന് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് കഴിഞ്ഞിരുന്നത്, ഷാദി, വിവാഹം കഴിഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത്തേതാണ് ഷാദി. ഇനി മൂന്നാമത് നോക്കൂ, ഇസ്ലിയെ ഉനെ ഡാഷ് ഗേഹൂ കി ജറൂറത്ത് ഹോഗി, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അവന് ഇതുകൊണ്ട് അവന് ഗോതമ്പ് അധികമായിട്ട് ജറൂറത്താണ്, അവന് അത്യാവശ്യമാണ് എന്ന് പറയാം. അപ്പോൾ എന്താണ് അത്യാവശ്യം, ജ്യാദ ഗേഹു. ഓക്കെ, ഇസ്ലിയെ, അതുകൊണ്ട് ഉനെ ജ്യാദ ഗേഹു എന്നാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ബഡാബായി തോടി ദേർ മേ ഗാക്കർ, മൂത്ത സഹോദരൻ കുറച്ച് സമയം കൊണ്ട് ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്തു, ലോട്ട, തിരിച്ചു വന്നു. അപ്പോൾ ആ ലാസ്റ്റത്തെ അതാണ് ഇവിടെ നാലാമതായിട്ട് എഴുതാനുള്ളത്, ലോട്ട. അടുത്തതായിട്ട് ലേക്കിൻ ചോട്ടെ ബായി ഡാഷ് ഹെ, എന്നാൽ എന്തായിരുന്നു, ചെറിയ സഹോദരൻ എന്തായിരുന്നു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. എന്തായിരുന്നു, അഖേല, ഒറ്റക്കായിരുന്നു, തനിച്ചായിരുന്നു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പൂരിപ്പിക്കാനുള്ള ഇവിടുത്തെ എഴുതിയിട്ട് ഫുള്ളായിട്ട് സെൻറ്റൻസ് ആക്കി എഴുതുക. ഓക്കെ, എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വരയും പുള്ളിയും കുത്തുമൊക്കെ നോക്കണം. ഹിന്ദിയാണ്, ഒരു വരയോ ഒരു കുത്തോ ഒരു കോമയൊക്കെ മാറിപ്പോയാൽ എന്താവും, അർത്ഥം മാറിപ്പോകും. അതുകൊണ്ട് എഴുതുന്ന എഴുത്ത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് അക്ഷരങ്ങൾ നല്ല സ്ഫുടമായിട്ട് തന്നെ എഴുതി ചേർക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ, കഹാനിക്കോ ക്രമബന്ധ് കീജിയെ. ഈ ഒരു കഥയെ ക്രമപ്പെടുത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ താഴെ ഒരുപാട് വരികൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ മുന്നേ പഠിച്ച ആ
ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, ദോബായി എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് വരികളാണ്. അപ്പോൾ ഇതൊക്കെ ക്രമം തെറ്റി, ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം വരേണ്ട വരി കുറച്ച് താഴെയാണ് വന്നിട്ടുള്ളത്, അവസാനം വരേണ്ട വരി അത് ഫസ്റ്റാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ഈ വരികൾ ഓർഡറാക്കിയിട്ട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, വരികളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ആ വരികൾ മാറ്റി എഴുതേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നോക്കാം, ഓരോ വരിയുടെ അർത്ഥം നോക്കാം. അപ്പോൾ അർത്ഥം അറിയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ വരി എത്രാം സ്ഥാനത്തായിട്ടാണ് വരേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം. ഫസ്റ്റ്, രാത് കോ ദോനോ കോ ഫസൽ കി രഖ്വാലി കെ ലിയെ കലിഹാൻ പർ രുക്നാ था. അപ്പോൾ രണ്ടുപേരും രാത്രി വിളവിന് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ കളപ്പുരയിൽ നിന്നു. ദോനോ ബായി സാച്ച ഖേത്തി കർത്തേത്, രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വരെയാണ് ആദ്യം വരേണ്ടതെന്ന് മനസ്സിലാവും കേട്ടോ. बड़े भाई के घर गाने के बाद छोटा भाई अपने टेर से कई टोकरी गेहूँ बड़े भाई वाले टेर में मिला थी. ബഡ ബായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയ സമയത്ത് ചോട്ട ബായി ഒരു കുട്ടയിൽ കുറച്ച് ധാന്യങ്ങൾ എടുത്തിട്ട് ബഡേ ബായിൻ്റെ മൂത്ത സഹോദരൻ്റെ ആ ഒരു കൂമ്പാരത്തിലേക്ക് ചെരിഞ്ഞു. गेहूँ पककर तैयार होते समय दोनों ने आधा आधा गेहूँ बांध लिया. ആ വിളവ് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, രണ്ടുപേരും ആ കിട്ടിയ വിളവ്, ആ ധാന്യം ഗോതമ്പ് എന്ത് ചെയ്തു, പകുതിയായിട്ട് ഭാഗം വെച്ചു. ചോട്ടെ ബായിക്ക് ഗർ ജാനെ കെ ബാത്ത്, ചോട്ടെ ബായി വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ബഡാ ബായി ബി അപ്നെ ടെർ സെ കഹി ടോക്കരി ഗേഹു ചോട്ടെ ബായി വാലെ ടെർ മേ മിലാ ഥി. അവൻ പോയതിന് ശേഷം ബഡേബായിൻ്റെ കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു, ചോട്ടേബായിൻ്റെ ആ ഒരു ധാന്യ കൂമ്പാരത്തിലേക്ക് ചെരിഞ്ഞു. ഉനോനെ ബാരി ബാരി സെ ഗാനേക്ക സോച്ച, അവിടെ ആ എഴുത്തുള്ളതുകൊണ്ട് ശരിക്കും മനസ്സിലാകുന്നു കേട്ടോ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഉനോനെ ബാരി ബാരി സെ ഗാനേക്ക സോച്ച. അവർ മാറി എന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് മാറ്റി എഴുതാം. കണ്ടോ, നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് എഴുതാം. ഇവിടെ നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇത് പ്രകാരമാണോ നോക്കി നിങ്ങൾ എഴുതിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ആക്ടിവിറ്റി വരുന്നത് ഉചിത ഉത്തർ ചുൻകർ ലിഖയും, ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആൻസർ മനസ്സിലാകും. എന്നാലും ഇവിടെ പറയാം. ദോ ബച്ചേത് ഉസ്കെ എന്നാണോ ഉസ്കോ എന്നാണ്. എന്താണ് പറയുന്നത്, രണ്ട് കുട്ടികൾ, അവന് രണ്ട് കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഉസ്കെ ദോ ബച്ചേത് ഒന്നാമത്തെ കേട്ടോ, ഉസ്കെ. രണ്ടെന്താണ്, അവൻ അവിവാഹിതനാണ്, കുവാരാധ. ആരാണ്, ചോട്ട ചെറിയവൻ, ചോട്ട കുവാരാധ. അതാണ് ശരിയായിട്ടുള്ള ആൻസർ, ചോട്ടി എന്നല്ല, ചോട്ട കുവാരാധ. പിന്നെ നോക്കൂ, ദോനോ ബായി ഡാഷ് കേത്തി കർത്തേത്. എന്താണ്, അവർ ഒരുമിച്ച് അല്ലേ ഇത് കൃഷി നടത്തിയിരുന്നത്. അപ്പോൾ എന്താണ്, സാച്ച കൂട്ടുകൃഷിയായിരുന്നു അവർ ചെയ്തിരുന്നത്. ദോനോ രണ്ടുപേരും ചേർന്നിട്ടാണ് കൃഷി ചെയ്തിരുന്നത്. അല്ലാതെ അലഗ എന്താണ്, വേറെ തനിയെ എന്നാണ് അതിനർത്ഥം. സാച്ച എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് ഒരുമിച്ച് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ ദോനോ ബായി സാച്ച ഖേത്തി കർത്തേത്. നാലാമത്തെ നോക്കൂ, ബായോ കെ ഖേത്ത് മേ ഡാഷ് കി ഫസൽ ഥി. എന്തിൻ്റെ വിളവായിരുന്നു അവരുടെ കൃഷിയിടത്തിലുണ്ടായിരുന്നത്, ഗേഹു ഗോതമ്പ്, ധാൻ അരി. ഏതായിരുന്നു, ഗേഹു അല്ലേ, ഗോതമ്പിൻ്റെ വിളവായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ലാസ്റ്റ് നോക്കൂ, ബായോങ്കോ ബൂക്ക്. അവിടെ ഓപ്ഷൻസ് ലഖാത ലഖി ഥി. ഏതാണ്, അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നാണ് അവിടെ വരികളിൽ വരുന്നത്. എന്താണ്, ദോനോ ടെക്സ്റ്റ് ലൈനെ കൊടുത്തിട്ടുള്ള ദോനോക്കോ ബൂക്ക് ബി ലഖി ഥി. ഓക്കെ, അപ്പോൾ ലഖി ഥി എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ദി നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ കഴിഞ്ഞ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് പറയണം. അതുകൊണ്ടാണ് രണ്ടുപേർ രണ്ടുപേർക്കും എന്നുള്ളതാണ് എന്ത് വന്നത്, ദി എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഈ രൂപത്തിലാണോ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയിട്ടുള്ളതെന്ന് നോക്കുക. അടുത്തായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റിയാണ്, പേജ് നമ്പർ 53 കഹാനി കൈസി രഹി. ഈ കഥ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ യഹ് അംശ് പട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ വായിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നോക്കൂ, രാത് കോ ദോനോ കോ ഫസൽ കി രഖ്വാലി കെ ലിയെ
खलिहान पर ही रुकना था। दोनों को भूख भी लगी थी। उन्होंने बारी बारी से गाने का सोचा। पहले बड़ा भाई गाना गाने घर गया। छोटा भाई കലിഹാൻ पर ही रुक रहा. അപ്പോൾ രണ്ടുപേരും രാത്രി അവിടെ കളപ്പുരയിൽ കാവലിരിക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് വിശന്നു. അവർ രണ്ടുപേരും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ ബഡാഭായി എന്ത് ചെയ്തു, വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചെറിയവൻ ചോട്ടാഭായി അവിടെ കാവലിരുന്നു. വഹ് सोचने लगा भाई की शादी हो गई है, उनका परिवार है, इसलिए उन्हें ज़्यादा गेहूं की ज़रूरत होगी. यह सोचकर उसने अपनी ढेर से कई टोकरी गेहूं लेकर बड़े भाई वाले ढेर में मिला थी. बड़ा भाई थोड़ी देर में गाकर लौटा. ആ സമയത്ത് ഇളയ സഹോദരൻ ചിന്തിക്കുകയാണ്, ബഡാഭായിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടികളും കുടുംബമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവനക്ക് അധികം ഈ ഒരു ഗോതമ്പ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ കൂമ്പാരത്തിൽ നിന്നും കുറച്ച് വാരിയിട്ട് ബഡാഭായിൻ്റെ കൂമ്പാരത്തിലേക്ക് കൊണ്ടുപോയി ചെരിഞ്ഞു. അപ്പോൾ അല്പസമയത്തിന് ശേഷം ബഡാഭായി ഭക്ഷണം കഴിച്ചുകൊണ്ട് തിരിച്ചെത്തി. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വായിച്ചു. ഇനി അത് ബന്ധപ്പെടുത്തിയുള്ള ആക്ടിവിറ്റിയാണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സംവാദ് തഥാ വിചാർ ചോഡ്കർ ഇസ് അംശിക പുനർലേഖൻ കരയും. അപ്പോൾ ഇവിടെയുള്ള ആശയങ്ങൾ, ഈ ഒരു സംഭാഷണം, അവർ തമ്മിലുള്ള സംഭാഷണം, രണ്ട് ഭായിമാർ തമ്മിലുള്ള സംഭാഷണം, അതുപോലെ തന്നെ അവരുടെ ചിന്തകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തുടർന്നുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പുനർലേഖൻ കരയും. അത് നിങ്ങളോട് ഒന്നുകൂടി കൂട്ടിക്കാണ്ട് എന്താ പറയുക, അവർ എന്തൊക്കെയായിരിക്കും പറയുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നതും അവർ സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു കോൺവെർസേഷൻ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ തുടങ്ങാം. ബഡേ ഭായിനെ സോച്ച, ബഡേ ഭായി ചിന്തിച്ചു എന്ത്, ആജ് രാത് ഫസൽ കി രഖ്വാലി കർണി പടേഗി, ഇസ്ലിയെ കലിഹാൻ പർ ഹി രുഖേ. ചോട്ടെ ഭായിനെ കഹ, അപ്പോൾ ചോട്ടെ ഭായി പറഞ്ഞു, ഭയ്യ ബഡി ഭൂക്ക് ലഗ്തി ഹെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നിട്ടുണ്ട്, ബാക്കി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ളത് നമ്മളിവിടെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ തുടർ സംഭാഷണമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ബഡാഭായ്, വലിയ സഹോദരൻ പറയാണ്, ഭായ് തും ഗർ ജാക്കർ ഗാന ഗാക്കർ ആവോ. സഹോദരൻ നീ വീട്ടിലേക്ക് പോയിട്ട്, മൂത്ത സഹോദരനെ പറയുന്നുണ്ട്, ചെറിയവനോട് പറയാണ്, അനിയനോട് പറയാണ്, നീ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വാ എന്ന് പറയാണ്. അപ്പോൾ ചോട്ടാഭായ് പറയാണ്, ആപ് കബ് ജായേഗെ ഭയ്യ, അപ്പോൾ നീ എപ്പോഴാണ് പോകുന്നത് സഹോദര എന്ന് ചോദിക്കും. അപ്പോൾ ബഡാഭായ്, വലിയ സഹോദരൻ പറയാണ്, തുമാരെ വാപ്പസ് ആത്തേ ഹി മേ ജാവുക, അപ്പോൾ നീ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പോവാം എന്ന് പറഞ്ഞു. ചോട്ട ഭയ്യ പെഹ്ലെ ആപ് ജായേ ഭയ്യ, അപ്പോൾ ചെറിയ സഹോദരൻ പറയണേ, ആദ്യം താങ്കൾ പോകൂ സഹോദര, മൂത്ത സഹോദരനോട് പറയാണ്. അപ്പോൾ ബഡാഭായ്, വലിയ സഹോദരൻ പറയാണ്, തോ ടീക്കെ, ശരി ഞാൻ പോവാം, മേഹി ജാവും, അപ്പോൾ ഞാൻ തന്നെ പോകാമെന്ന് പറയാം, ശരി ഞാൻ തന്നെ പോകാമെന്ന് പറയാം. പെഹ്ലെ ബഡാഭായ് ഗാനെ ഘർ ഗയ, അവന് വലിയ സഹോദരൻ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പോയി. ചോട്ടാഭായ് കലിഹാൻ പർ ഹി രുക് രഹ, ചെറിയ സഹോദരൻ അവിടെ കളപ്പുരയിൽ കാവലിരുന്നു, അവിടെ നിന്നു. വഹ് സോച്ചിനെ ലഗ, ആ സമയത്ത് അവൻ ചിന്തിക്കുകയാണ്, ഭായിക്ക് ഷാദി ഹോ ഗയി ഹെ, സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഉൻക പരിവാർ ഹെ, അവന് കുടുംബമുണ്ട്, ഇസ്ലിയെ ഉന്നെ ജ്യാദ ഗേഹൂ കി ജറൂറത്ത് ഹോഗി, അപ്പോൾ അതുകൊണ്ട് അവന് കൂടുതൽ ഗോതമ്പ് ആവശ്യമായിട്ട് ഉണ്ടാകും. യഹ് സോച്ച്കർ उसने अपने ढेर से कई टोकरी गेहूँ लेकर बड़े भाई वाले ढेर में मिला दिया. അങ്ങനെ അവനത് ആലോചിച്ചുകൊണ്ട് അവൻ്റെ ഓഹരിയിൽ നിന്നും കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു, ബഡാഭായിൻ്റെ ഓഹരിയിലേക്ക് കലർത്തി, അതിലേക്ക് മിക്സ് ചെയ്തു. ബഡാഭായി തോടി ദേർ മേ ഗാക്കർ ലോട്ട, അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ബഡാഭായി തിരിച്ചു വന്നു. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളും തന്നു കഴിഞ്ഞു, ഫുള്ളായിട്ട് കഴിഞ്ഞു. അത് കറക്റ്റായിട്ട് എഴുതിയെടുക്കുക, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എഴുതുക. എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളതിൻ്റെ പുള്ളികളൊക്കെ വിടാതെ ആ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ എഴുതണം. എന്തെങ്കിലും ഒരു കോമയൊക്കെ പോയി കഴിഞ്ഞാൽ അർത്ഥമൊക്കെ മാറിപ്പോകും, നിങ്ങളുടെ ആൻസറും തെറ്റിപ്പോകും. അതുകൊണ്ട് മാർക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹിന്ദി എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഒരുപാട് പേര് കറക്റ്റായിട്ട് എഴുതുന്നില്ല, അതുകൊണ്ട് തന്നെ ആ വാക്കുകളുടെ അർത്ഥമൊക്കെ മാറിപ്പോകും, അപ്പോൾ ഉത്തരം തന്നെ തെറ്റിപ്പോകും. അതുകൊണ്ട് എഴുതുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇത് പറയാനുള്ളത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു.